ഹായ് ഹലോ ഓൾ. റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ മൈ ലാസ്റ്റ് ഡച്ചസ് നമുക്കിന്ന് അനലൈസ് ചെയ്യാം. റോബർട്ട് ബ്രൗണിങ് ഇസ് എ വിക്ടോറിയൻ പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് മോറൽ ആൻഡ് റിലീജിയസ് തീംസ് ആണ് വരുന്നത്. ആൻഡ് ഹി വാസ് മാരീഡ് ടു എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്. ആൻഡ് അവരുമായിട്ട് ഇലോപ്പ് ചെയ്തിട്ടാണ് ഇറ്റലിയിൽ പോയിട്ടാണ് കല്യാണം കഴിച്ചത് 1846. ആൻഡ് ഇദ്ദേഹം എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിനെ വിളിച്ചിരുന്ന പേരെന്ന് പറയുന്നത് പോർച്ചുഗീസ് എന്നായിരുന്നു. ഓക്കെ, ആൻഡ് അതുകൊണ്ടാണ് അവരുടെ എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ടൈറ്റിൽഡ് എസ് സോണറ്റ്സ് ഫ്രം ദി പോർച്ചുഗീസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് റോബർട്ട് ബ്രൗണിങ്ങിനോടുള്ള ലവ് പോയംസ് ആണ് അത് അവർ എഴുതിയിരുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഫാമിലി മോസ്റ്റ് ഓഫ് ദ ടൈം അവർ സ്പെൻഡ് ചെയ്തിരുന്നത് ഇറ്റലിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോയംസിൻ്റെയൊക്കെ ബാക്ക് ഡ്രോപ്പ് ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് ഓൾമോസ്റ്റ് ഓൾ പോയംസ് എന്ന് പറയുന്നത്. ആൻഡ് ഒപ്റ്റിമിസം, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റൈല്, റൈംസ്, ഈ ബ്രോക്കൺ ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസിംഗ് ഒക്കെയാണ് ഇദ്ദേഹം യൂസ് ചെയ്തിരുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോയംസ് ആയിരുന്നു. മ്യൂസിക്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിനെ കുറിച്ച് വളരെയധികം അറിവുള്ള മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ ഹ്യൂമൻ സൈക്കോളജിയെക്കുറിച്ച് അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിൻ്റെ ആ ഒരു കോംപ്ലക്സ് നേച്ചറിനെ കുറിച്ച് അറിയുവാനൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ പോയംസ് എന്ന് പറയുന്നത് വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള പോയംസ് ആണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മറ്റ് പോയംസ് എന്ന് പറയുന്നത് പോളിൻ എന്നുള്ളൊരു പോയമുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. പിന്നെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ബെൽസ് ആൻഡ് പോമഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഉണ്ട്. ആൻഡ് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കളക്ഷൻസ് എന്ന് പറയുന്നത്. ഒരു ട്രാജഡി എഴുതിയിട്ടുണ്ട്, സ്ട്രാഫോർഡ് എന്നാണ് പേര്. ആൻഡ് ലോങ്ങസ്റ്റ് പോയം എന്ന് പറയുന്നത് ദ റിംഗ് ആൻഡ് ദ ബുക്കാണ്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോണർ അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡ്രമാറ്റിക് മോണലോഗാണ്. സോ വാട്ട് ഈസ് ദിസ് ഡ്രമാറ്റിക് മോണലോഗ്? നമുക്ക് ആദ്യമേ അത് നോക്കാം. ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പോയട്രിയാണ്. ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടറിൻ്റെ സ്പീച്ചിലൂടെ മാത്രം പറഞ്ഞു പോകുന്ന ഒരു പോയട്രിയാണ് ഡ്രമാറ്റിക് മോണലോഗ്. അപ്പം അതിനകത്തൊരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും ഉണ്ടായിരുന്നത്. അത് പോയറ്റ് ആവണമെന്നില്ല, അദ്ദേഹമായിരിക്കും സംസാരിക്കുന്നത് ത്രൂ ഔട്ട് ദി പോയം. ഒരു ക്രിട്ടിക്കൽ മൊമെൻറ്റിലായിരിക്കും അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുന്നത്. ദെൻ ഈ ഒരു പേഴ്സൺ അഡ്രസ്സ് ചെയ്യുകയോ വേറെ ആരും, അതായത് ഈ ഒരു പേഴ്സൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ലിസണർ കാണും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലിസണേഴ്സ് കാണും. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഡയലോഗിലൂടെ അല്ലെങ്കിൽ കോൺവെർസേഷനിലൂടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ക്ലൂസിലൂടെ മാത്രമാണ്. അപ്പോൾ സിംഗിൾ സ്പീക്കർ ആയിരിക്കും. പിന്നെ ഈ ഒരു എന്തിനാണ് ഇങ്ങനെയുള്ള ഡ്രമാറ്റിക് മോണലോഗ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെക്നിക്ക് ആ സംസാരിക്കുന്ന ആളുടെ ആ ഒരു ടെമ്പറമെൻറ്റിനെ കുറിച്ച്, ക്യാരക്ടറിൻ്റെ ടെമ്പറമെൻറ്റിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മൈൻഡിനെ കുറിച്ചും സൈക്കോളജിയെക്കുറിച്ചും ഒക്കെ നമുക്ക് റിവീലാക്കി തരും. ഒരാൾ മാത്രം സംസാരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ റിവീൽ ചെയ്ത് കാണിക്കുവാണ് നമ്മുടെ പോയറ്റ് അല്ലെങ്കിൽ നമ്മുടെ റൈറ്റർ എന്ന് പറയുന്നത്. ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ ഡ്രമാറ്റിക് മോണലോഗ് എംപ്ലോയ് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ റോബർട്ട് ബ്രൗണിങ് തന്നെയാണ്. ഓക്കെ, അപ്പം ഒരുപാട് ടൈപ്സ് ഓഫ് ഡ്രമാറ്റിക് മോണലോഗ് ഉണ്ട്. അപ്പം നമുക്ക് മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള ഡ്രമാറ്റിക് മോണലോഗ്. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പം അതിനകത്തെ കോൺവെർസേഷൻ അല്ലെങ്കിൽ അതിനകത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ഡ്യൂക്കാണ്. അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ പോർട്രേറ്റ് അല്ലെങ്കിൽ പെയിൻറ്റിങ് ഒരാളുടെ അടുത്ത്, ഒരു ഗസ്റ്റിൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇരുന്നങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വൈഫിനെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് എങ്ങനെയാണ് മരിച്ചതെന്നും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ക്ലൂ കിട്ടും. വൈഫിൻ്റെ ക്യാരക്ടർ എന്താണെന്നും ഈ സംസാരിക്കുന്ന ആളുടെ ക്യാരക്ടർ എന്താണെന്നും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം ഒരു ജലസിയുടെ അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡ്യൂക്കിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടൈറ്റിലിൻ്റെ ഫസ്റ്റ്, അതായത് ഈ ഒരു പോയത്തിൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻസ് എന്നായിരുന്നു. അപ്പോൾ ഈ മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ളത് ആ ഡ്യൂക്കിൻ്റെ ജലസി, സെൽഫിഷ്നെസ് അല്ലെങ്കിൽ ഈഗോയിസം ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്യൂക്ക് എവിടുത്തെ ഡ്യൂക്കാണ്? ഫെറാറ എന്നുള്ള സ്ഥലത്തെയാണ്, ഡ്യൂക്ക് ഓഫ് ഫെറാറയാണ്. അദ്ദേഹം വേറൊരു രാജ്യത്തിൽ നിന്ന് വന്നൊരു അംബാസഡറുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് വിവാഹാലോചനകളൊക്കെ വന്നു. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു അലയൻസുമായിട്ട് വേറൊരു രാജ്യത്ത് നിന്ന് ഒരു എൻവോയ് അല്ലെങ്കിൽ ഒരു അംബാസഡർ വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അതായത് ആ അംബാസഡറിൻ്റെ മകൾ കൗണ്ടിൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇയാൾ അവിടെ വെച്ചിരുന്നുള്ള പെയിൻറ്റിങ് ചിലപ്പോൾ ഈ അംബാസഡർ കണ്ടു കാണും. അങ്ങനെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വൈഫിനെ കുറിച്ച്, അതായത് മരിച്ചുപോയ ആ വൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ ഡച്ചസിനെ കുറിച്ച് നമ്മുടെ ഡ്യൂക്ക് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഡച്ചസ് മരിച്ചതെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ക്ലൂ പോലെ ഇതിനകത്തുനിന്ന് കിട്ടും. ഡ്യൂക്കിൻ്റെ ആർട്ട് ഗാലറിയിൽ ഇരുന്നാണ് നമ്മുടെ പോയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അവിടെ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡ്യൂക്കിൻ്റെ ക്യാരക്ടർ, ഡ്യൂക്ക് എത്രമാത്രം ക്രൂവലാണെന്നുള്ളതും വൈഫ് എന്തുമാത്രം ഇന്നസെൻ്റ് ആയിട്ടുള്ളതെന്നാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് ട്വിസ്റ്റും ടേണും ഒരുപാട് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൊരു പോയമാണ്. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആൻസർ പ്രതീക്ഷിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കത്തില്ലല്ലോ. അതായത് ഇപ്പം ചില ആളുകൾ ഇപ്പോൾ ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ ചില സ്പീച്ചിൻ്റെ ഇടയ്ക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കത്തില്ലേ, 1987 കേരളത്തിൽ എന്താണ് സംഭവിച്ചത്, 1947 ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഡിയൻസ് എഴുന്നേറ്റ് ഉടനെ ഇരുന്ന് ആൻസർ പറയുകയാണ് ചെയ്യുന്നത്. അല്ല, അതായത് ഈ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കത്തില്ല ഇവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ഒരു കോൺവെർസേഷനകത്ത് നമ്മുടെ ഡ്യൂക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ അംബാസിഡറുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഫെറാറ എന്നുള്ള സ്ഥലത്തിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. ഫെറാറ എന്നുള്ളത് ഇറ്റാലിയൻ ടൗൺ ആണ് കേട്ടോ. ഒരുപാട് റിനൗണ്ട് ആയിട്ടുള്ള പെയിന്റേഴ്സ് ഒക്കെ ഉള്ളൊരു ടൗൺ ആണ് ഫെറാറ, ഇറ്റലിയിലെ. ഡ്യൂക്ക്, ഇതിനകത്ത് പറയുന്ന ഡ്യൂക്ക് എന്ന് പറയുന്നത് അദ്ദേഹം അൽഫോൺസോ II എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഫെറാറ എന്നുള്ള സ്ഥലത്ത് 5ാമത്തെ ഡ്യൂക്കാണ്. ഇദ്ദേഹത്തിന്റെ മരിച്ചുപോയ വൈഫിന്റെ പേര് ലുക്രേഷ്യ എന്നാണ്. 17 വയസ്സുള്ളപ്പോഴാണ് ഈ വൈഫ് മരിച്ചുപോയത്. ഷി വാസ് പോയിസൺഡ് എന്നാണ് ഇവരെല്ലാം ബിലീവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പിന്നീട് ഡ്യൂക്ക് ഒരു ഓസ്ട്രേലിയൻ ബ്രൈഡിനെയാണ് കല്യാണം കഴിക്കുന്നത്. ആ ഒരു ഓസ്ട്രേലിയൻ ബ്രൈഡിന്റെ ആ രാജ്യത്തെ രാജാവിൻ്റെ അംബാസിഡറാണ് ഇപ്പോൾ നമ്മളെ ഡ്യൂക്കിനെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പം ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോയത്തിലോട്ട് കിടക്കാം. പിന്നെ ഇതിനകത്ത് തീംസ് എന്ന് പറയുന്നത് ഡെത്തും ലവ് ആണ് വരുന്നത്. ഇമോഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഡിസോണസ്റ്റി, ജലസി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഗോട്ടിസം അല്ലെങ്കിൽ ഈഗോ, അതുപോലെ തന്നെ വെഞ്ചിയൻസ്, ഇതൊക്കെയാണ് വരുന്നത്. 19th സെഞ്ച്വറിയിൽ എഴുതിയ ഒരു പോയമാണിത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പിന്നെ ഏതാണ് വരുന്നതെന്ന് ഫസ്റ്റ് സ്റ്റാൻസയുടെ ഒരു ഇത് നോക്കാം നമുക്ക്. ലിറ്ററി ഡിവൈസസും അതുപോലെ തന്നെ തീംസും സിമ്പിൾസും എല്ലാം നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലൈൻസ് 1 to 15 വരെ ഉള്ളതിൻ്റെ ഒരു അനാലിസിസ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ള പോയം ഓപ്പൺ ചെയ്യുന്നത് ഒരു സ്പീക്കർ ഒരു ലിസ്റ്ററിൻ്റെ അടുത്ത് സംസാരിക്കുവാണ്. അദ്ദേഹം പറയുവാണ്, നമ്മുടെ ഡ്യൂക്ക് നമ്മുടെ അംബാസിഡറിൻ്റെ അടുത്ത് പറയുവാണ്, നിങ്ങൾ ഇരിക്കൂ, എന്നിട്ട് ഈ എൻ്റെ ലാസ്റ്റ് ഡച്ചസിൻ്റെ, അതായത് മരിച്ചുപോയ ഡച്ചസിൻ്റെ പോർട്രേറ്റ് ഒന്ന് നോക്കൂന്ന് ഇദ്ദേഹം തന്നെ പറയുവാണ്. അപ്പോൾ റീഡേഴ്സ് വണ്ടർ ചെയ്യുന്നുണ്ട് എവിടെ പോയി ഈ ഡച്ചസ്, അതായത് ഈ ഡച്ചസിന്റെ പോർട്രേറ്റ് അല്ലേ കാണിക്കുന്നത്. അപ്പം ഈ ഡച്ചസിന് ഇത് എന്ത് പറ്റിയെന്ന് നമുക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും മൈൻഡിൽ. പക്ഷേ ഇയാൾ ആദ്യമേ പറയത്തില്ല അവരെന്തുകൊണ്ടാണ് മരിച്ചതെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് മരിച്ചതെന്നോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണോ ഈ ഡച്ചസ് ഉള്ളതെന്നൊന്നും ആര് പറയത്തില്ല, നമ്മുടെ ഡ്യൂക്ക് പറയത്തില്ല ആദ്യം തന്നെ. അപ്പം ഇദ്ദേഹം ലിസണറിന്റെ അടുത്ത് പറയുവാണ്, ഇരുന്ന് ഈ ഒരു ലൈഫ് സൈസ്ഡ് പെയിന്റിംഗ് ഓഫ് ഡച്ചസ് ഒന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുവാണ്. ലൈഫ് സൈസ്ഡ് പെയിന്റിംഗ് ആണ്, അതായത് വളരെ ആ പെയിന്റിംഗ് കാണുമ്പോൾ ഭയങ്കര നമുക്കൊരു ജീവൻ ഉള്ളത് പോലൊരു പെയിന്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ആൻഡ് ഡ്യൂക്ക് പറയുവാണ്, ഈ ഒരു പെയിന്റിങ് ഒരു കർട്ടൻ്റെ പുറകിലാണ് ഞാൻ ഇട്ടിരുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു കർട്ടൻ ഞാൻ മാത്രമേ മാറ്റാവൂ, ഈ ഒരു പെയിന്റിങ് ഞാൻ മാത്രമേ ആളുകളെ കാണിക്കാവൂ, അല്ലാതെ വേറെ ആരും എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഈ ഒരു പെയിന്റിങ് നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതൊരു സസ്പീഷ്യസ് ബിഹേവിയർ ആയിട്ട് നമുക്ക് ഓൾറെഡി തന്നെ തോന്നും. റീഡറിന് തന്നെ അപ്പോഴേ മനസ്സിലാവും ഈ ഡ്യൂക്ക് എന്ന് പറയുന്ന ആൾ കുറച്ച് കൺട്രോളിങ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മുടെ മൈൻഡിൽ എന്താണ് വരുന്നത്, ഇതെന്തുകൊണ്ടാണെന്ന് അയാൾ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറഞ്ഞതെന്നൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഡ്യൂക്ക് ഡിസ്ക്രൈബ് ചെയ്യുവാണ് ഈ ഡച്ചസിന്റെ ഫേസിനെ, ആ ഒരു പെയിന്റിങ്ങിലുള്ള ഡച്ചസിന്റെ ഫേസിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അതായത് വളരെ ജോയിയസ് ആയിട്ടുള്ള ലുക്കാണ് ഇവർക്ക് ഫേസിൽ. ആൻഡ് അതുപോലെ തന്നെ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇവരുടെ മുഖത്തുള്ളത്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആൻഡ് ഇദ്ദേഹം പറയുവാണ്, ഈ ഒരു ഹസ്ബൻഡ്, എൻ്റെ പ്രസൻസ് അല്ല ഇവളിൽ ജോയ് അല്ലെങ്കിൽ ഹാപ്പിനെസ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ, അതിങ്ങനെ എടുത്തു പറയുമ്പോൾ തന്നെ നമുക്കാണെങ്കിൽ ഒരു സംശയം, ഇയാളെന്താ ഇങ്ങനെ പറയുന്നത് അല്ലേ, അതായത് ഈ ഹസ്ബൻഡിൻ്റെ പ്രസൻസ് അല്ല ഈ വൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നതെന്ന് ഹസ്ബൻഡ് തന്നെ പറയുവാണ്. അപ്പം അതുപോലെ തന്നെ അതെന്തുകൊണ്ടാണ് ഇയാളുടെ പ്രസൻസ് ഇവരിൽ ഹാപ്പിനെസ് ഉണ്ടാക്കാത്തത് എന്ന് നമ്മുടെ നാച്ചുറലി നമ്മൾ അങ്ങോട്ട് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ അത് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മുടെ ഡ്യൂക്ക് പറയത്തില്ല. ആൻഡ് അദ്ദേഹം ഒരു ഇൻസൈറ്റ് പോലെ തരുവാണ്. അതായത് അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഓൾ ഇൻ ഓൾ. ഈ കർട്ടൻ മാറ്റുന്നത് പോലും അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വേണം. പിന്നെ വൈഫുമായിട്ട് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ നമ്മൾ ആലോചിക്കും. അതായത് വൈഫിൻ്റെ മുഖത്തെ സന്തോഷം ഹസ്ബൻഡ് കാരണമല്ല എന്ന് ഹസ്ബൻഡ് തന്നെ പറയുവാണ്. ആൻഡ് ഇദ്ദേഹം പറയുവാണ്,
എന്നുവെച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പം ഓക്കെ, അപ്പം ഇയാൾക്ക് വേണ്ടുന്നത് എന്താണ്, ഇവരുടെ ഫേസിലുള്ള ഹാപ്പിനെസ് ഇയാൾ മാത്രം കൊണ്ടേ ഉണ്ടാകാവൂ എന്നുള്ളൊരു ഹിഡൻ ആയിട്ടൊരു അജണ്ടയും നമ്മുടെ ഡ്യൂക്കിനുണ്ട്. അപ്പം ഇപ്പം നമ്മൾ പിന്നെയും നമ്മുടെ റീഡേഴ്സ് പിന്നെയും വിചാരിക്കും ചിലപ്പോൾ അവർ വേറെ എവിടെയെങ്കിലും കൊണ്ട് സ്റ്റേ ചെയ്യിപ്പിച്ചിരിക്കുകയായിരിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്തോ ഒരു കൈൻഡ് ഓഫ് സൈക്കോട്ടിക്കാണ് നമ്മുടെ ക്യാഷ് സ്പീക്കർ എന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാവും. നെക്സ്റ്റ് 16 to 24 ലൈൻസ് എന്ന് പറയുന്നത് ഈ സെക്ഷനകത്ത് ഡ്യൂക്ക് ആ ഒരു ഡച്ചസിനെ കുറിച്ച് ആലോചിക്കുവാണ്. ആൻഡ് വളരെ എന്നിട്ട് പറയുവാണ്, ഡച്ചസിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുവാണ്. ആരാലും പ്ലീസ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ഡച്ചസ്. അതായത് ആർക്ക് വേണമെങ്കിലും ഡച്ചസിൻ്റെ അടുത്ത് ചിരിച്ച് സംസാരിക്കാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും ഡച്ചസിനെ പെട്ടെന്ന് ഹാപ്പി ആക്കാൻ പറ്റും. ആൻഡ് ഡ്യൂക്കിന് ഇത് ഒട്ടും ഹാപ്പി അല്ലായിരുന്നു ഈ ഒരു കാര്യത്തിൽ. ആൻഡ് അതായത് ഇപ്പോൾ ഫ്രാപ്പ് അൻഡോൾഫ് പോലെയുള്ള ഫ്രാപ്പ് അൻഡോൾഫ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഫ്രാപ്പ് അൻഡോൾഫ് എന്ന് പറയുന്ന ഒരു ഇമാജിനറി പെയിൻറ്ററാണ് കേട്ടോ, ഒരു പെയിൻറ്ററാണ്. അപ്പോൾ ഫ്രാപ്പ് അൻഡോൾഫിന് പോലും എൻ്റെ വൈഫിനെ ചിരിപ്പിക്കാൻ കഴിയുമായിരുന്നു. അതായത് ഫ്രാപ്പ് അൻഡോൾഫ് ഈ പെയിൻറ്റിങ് ചെയ്തത് ഫ്രാപ്പ് അൻഡോൾഫ് എന്ന് പറഞ്ഞൊരു പെയിൻറ്ററാണ്. അപ്പോൾ അദ്ദേഹം ഒരു മങ്ക് കൂടിയാണ് കേട്ടോ, ഒരു സന്യാസി കൂടിയാണ്. പറയുവാണ് ഫ്രാപ്പ് അൻഡോൾഫ് ഈ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവളുടെ അടുത്ത് അവളുടെ റിസ്റ്റ് ഒന്ന്, അതായത് കൈകൾ ഒന്ന് ഷോൾ വെച്ച് കവർ ചെയ്യാൻ പറഞ്ഞപ്പോൾ പോലും ഇവൾ പെട്ടെന്ന് ബ്ലഷ് ചെയ്തു. അതായത് അപ്പം ആര് ഇവളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും ഇവൾ കുറച്ച് ഫ്ലോട്ടീഷ്യസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചിരിക്കും, എല്ലാവരെയും കാണുമ്പോഴും ചിരിക്കും. അതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവളുടെ ക്യാരക്ടർ ഇന്നതാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ഡ്യൂക്കിന് ഇഷ്ടമല്ല, കാരണം ഇവൾ ബ്ലഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനദർ മാൻ വന്ന് ഫ്ലോട്ട് ചെയ്യുമ്പോൾ ബ്ലഷ് ചെയ്യുന്നതോ ചിരിക്കുന്നതോ സംസാരിക്കുന്നത് പോലും ഇയാൾക്ക് കണ്ടുകൂടാന്ന് ഇയാൾ തന്നെ പറയും. ആൻഡ് അതുപോലെ തന്നെ അവളുടെ മുഖത്തുള്ള ആ ഒരു സ്പോട്ട് ഓഫ് ജോയ് ഉണ്ടല്ലോ, അതായത് എപ്പോഴും സന്തോഷിച്ചൊരു മുഖമായിരിക്കും, അതുപോലെ ഇയാൾക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഡ്യൂക്ക് ഇങ്ങനെ അക്യൂസ് ചെയ്യുവാണ്, അതായത് നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ എപ്പോഴും സന്തോഷിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ളത് നമ്മുടെ ഡ്യൂക്കിന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതായത് ആരാലും പെട്ടെന്ന് ഈസി ആയിട്ട് ഇംപ്രസ്ഡ് ആവും ഇവർ, അല്ലെങ്കിൽ എപ്പോഴും ആർക്ക് വേണമെങ്കിലും ഇവരെ ഹാപ്പി ആക്കാൻ പെട്ടെന്ന് പറ്റും അല്ലെങ്കിൽ പ്ലീസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഇയാൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ ഇയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. അതായത് എന്ത് കണ്ടാലും ഈ ഡച്ചസിന് ഒരു കുറ്റവും പറയത്തില്ല, എന്ത് കണ്ടാലും ഈ ഡച്ചസ് എല്ലാത്തിനെയും അപ്രീഷിയേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇയാൾക്ക് വളരെ ദേഷ്യം വരുമായിരുന്നു, വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുമായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ പതുക്കെ ഈ ഡ്യൂക്കിൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെ റിവീൽ ചെയ്ത് വരുവാണ്. അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ഈ അംബാസഡറുടെ അടുത്ത്. എൻ്റെ ഭാര്യ ഇതായിരുന്നു, ആര് വേണമെങ്കിലും അവളെ ചിരിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇയാൾ വളരെ കൺട്രോളിംഗ് ആണ്, കുറച്ചെന്തോ ഒരു മെൻ്റലി പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ദെൻ അപ്പോൾ ഇയാളുടെ മൈൻഡിൽ എന്താണ്, ഇയാൾ മാത്രമേ ഇവരെ ചിരിപ്പിക്കാവൂ, ഇയാൾ മാത്രമേ ഇവരെ ബ്ലഷ് ചെയ്യിക്കാവൂ, വേറെ ഒരു സ്ട്രേഞ്ചർ മാനും ഇവരെ വന്ന് ബ്ലഷ് ചെയ്യിപ്പിച്ചുകൂടാ, ചിരിപ്പിച്ചുകൂടാ, ഇതൊന്നും ഇയാൾക്ക് കണ്ടുകൂടാ. സെക്ഷൻ 3 ലൈൻസ് 25 to 35 ആണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു ലൈനിൽ ഇയാൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ ഡച്ചസിൻ്റെ ക്യാരക്ടറിലെ ഫ്ലോസ് അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആൻഡ് അവരെന്ന് പറയുന്നത് ഒരു പിന്നെന്താണ്, അവർക്ക് ഈ വൈറ്റ് മ്യൂളിനെ, അതായത് ഒരു വൈറ്റ് മ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു ഡിയർ കൈൻഡ് ഓഫ് മാനിനെ പോലൊരു ഇതാണ് കേട്ടോ. വൈറ്റ് മ്യൂളിനെ ഇവർക്ക് വളരെ ഇഷ്ടമായിരുന്നു, ചെറി ബ്രാഞ്ചിനെ ഇവർക്ക് വളരെ ഇഷ്ടമായിരുന്നു, സൺസെറ്റ് ഇവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. ആൻഡ് ഒരു ജ്വല്ലറി കൊടുക്കുന്ന പോലെ, അതായത് പക്ഷേ ഇയാൾ കൊടുക്കുന്ന ജ്വല്ലറി ഒന്നും ഇവർ കൂടുതലായിട്ടൊന്നും ഹാപ്പിനെസ് ഒന്നും ഇവർക്ക് കൊടുത്തിരുന്നു. അതായത് ഇയാൾ ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുക്കുമെങ്കിലും ആ ജ്വല്ലറി ഒന്നും ഇവർക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇവർക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, മ്യൂളെന്ന് പറയുമ്പോൾ ഒരു ഹോഴ്സ് പോലൊക്കെ ഇരിക്കുന്ന ഒരു ജീവിയും കൂടിയാണ്, ഹോഴ്സ് പോലുള്ളൊരു ടൈപ്പാണ് മ്യൂള്. അപ്പോൾ ഈ വൈറ്റ് കളറിലുള്ളൊരു ഹോഴ്സ് ഉണ്ടായിരുന്നു അവർക്ക്, ചെറിയ ബ്രാഞ്ചസും സൺസെറ്റും ഒക്കെ ആയിരുന്നു ഇവരെ കൂടുതൽ ആകർഷിച്ചിരുന്നത്. ആൻഡ് അതുപോലെ ഇയാൾ കൊടുത്തിരുന്ന ജ്വല്ലറി പോലും അത്രയും വാല്യുബിൾ ആയിട്ട് ഇവർ കീപ്പ് ചെയ്തിരുന്നില്ലെന്നാണ് ഇയാൾ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നി. അതായത് അയാൾ കൊടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും വാല്യൂ ഇല്ല, സിമ്പിളായിട്ട് അവിടെ ഇവിടെയും നമ്മൾ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റിനും കാണുന്ന കാര്യങ്ങൾക്കാണ് ഇവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത്, അല്ലാതെ ഇയാൾ കൊടുക്കുന്ന എക്സ്പെൻസീവ് ഗിഫ്റ്റിനൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. അപ്പം പറയുവാണ്, അപ്പം ഇയാൾക്ക് യാതൊരുവിധ വിലയും ഇല്ലായിരുന്നു ഇവരുടെ ലൈഫിൽ എന്ന് നമ്മുടെ ഡ്യൂക്ക് തന്നെ പറയുവാണ് ഡയറക്റ്റായിട്ട്. ആൻഡ് അതുപോലെ തന്നെ പറയുവാണ്, ഞാൻ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഇവൾക്ക്, അതായത് ഇവളെ ഇനി അറിയപ്പെടുന്നത് എൻ്റെ ലേറ്റ് വൈഫായിരുന്നു അല്ലെങ്കിൽ എൻ്റെ വൈഫായിരുന്നു എന്നല്ലേ അറിയപ്പെടുന്നത്. അപ്പം ഞാൻ കല്യാണം കഴിച്ചതുകൊണ്ട് ഇവൾക്ക് ഒരു 900 years ഓൾഡ് നെയിമാണ് ഞാൻ ഇവൾക്ക് കൊടുത്തത്. അതായത് ഇനിയൊരു 900 വർഷം കഴിഞ്ഞാലും എൻ്റെ പേരിലായിരിക്കും, എൻ്റെ വൈഫ് എന്നുള്ള പേരിലായിരിക്കും ഇവർ അറിയപ്പെടുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഫാമിലി ട്രഡീഷനാണ് ഞാൻ കൊടുത്തത്, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പേരാണ് ഞാൻ കല്യാണം കഴിച്ചതിലൂടെ ഇവൾക്ക് കിട്ടിയത്. പക്ഷേ അതിലൊന്നും ഇവൾക്കൊരു താങ്ക്ഫുൾ നേച്ചറും ഇല്ല. ഇവൾ സൺസെറ്റ് കാണുന്നതിലൊക്കെ ആയിരുന്നു ഇവർക്ക് താല്പര്യവും, അത് കാണുന്നതിലായിരുന്നു ഇവർക്ക് ഏറ്റവും വലിയ ഇഷ്ടവും ഒക്കെ. അപ്പോൾ ഇത് വളരെയധികം ഡ്യൂക്കിനെ ഇറിറ്റേറ്റ് ചെയ്തിരുന്നു. ആൻഡ് അത് മാത്രമല്ല
ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോലും ഇയാൾക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് ഇവരുടെ അടുത്ത്. ആൻഡ് അത് വളരെ സില്ലി ആയിട്ടുള്ള കാര്യമായിരുന്നു. അതായത് എനിക്ക് ഇവളുടെ അത്രയും ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത്, അതായത് ഇങ്ങനെ ലോ ആയിട്ടൊന്നും ബെൻഡ് ചെയ്ത്, അതായത് ഇത്രയും ലോ ആയിട്ട് ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇവരുമായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്നില്ല ആസ് എ ഹസ്ബൻഡ് അല്ലെങ്കിൽ ആസ് എ ഡ്യൂക്ക്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞിരുന്നു എന്ന് പറയുവാണ്. സെക്ഷൻ 4, അതായത് ലൈൻസ് 35 to 47 ആണ് അടുത്തത്. അപ്പോൾ ഡ്യൂക്ക് കണ്ടിന്യൂ ടു എക്സ്പ്ലെയിൻ ആണ് ദാറ്റ് ഹി chooses never to stoop to discuss with this duchess what made him so disgusted with her. അതായത് എന്തുകൊണ്ടാണ് നിനക്ക് എന്നെ ഇഷ്ടമല്ലാത്തത്, ഞാൻ തരുന്ന എൻ്റെ എക്സ്പെൻസീവ് ഗിഫ്റ്റുകളൊന്നും നീ എന്താ വാല്യൂ ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് നീ താങ്ക്ഫുൾ ആകാത്തത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്, ഈ വിധ കാര്യങ്ങളൊന്നും എനിക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, അത്രയും നാണം കെട്ട് കുനിയാനൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു എന്ന് ഇയാൾ പറയുവാണ്. പക്ഷേ ഇദ്ദേഹം വേറൊരു ആളുടെ അടുത്ത് ഇതിനെക്കുറിച്ചൊരു നാണമില്ലാതെ പറയുന്നതിന് ഈ മനുഷ്യനൊരു ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യവും ഇല്ലായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഈ കുറ്റങ്ങളെല്ലാം ഇയാളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ അംബാസിഡറിൻ്റെ അടുത്ത്. ആൻഡ് അത് മാത്രമല്ല, ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ ഇത്രയധികം പിന്നെന്താണ്, അതായത് ഇപ്പോൾ ഞാനൊരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ ഞാൻ ഇതൊക്കെ പരാതിയൊക്കെ പറഞ്ഞിപ്പോൾ ഡിസ്കസ് ചെയ്തേനെ. അത് പക്ഷേ എനിക്ക് എന്താണ് എൻ്റെ വൈഫിൻ്റെ അത്രയും, അല്ലെങ്കിൽ എനിക്കങ്ങനെ ഇങ്ങനെ ലോ ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ലെന്ന് പറയുവാണ്. ആൻഡ് ഇയാൾ അഡ്മിറ്റ് ചെയ്യുകയാണ്, ഇയാൾ പറയുവാണ് വളരെ പ്ലസന്റ് ആയിട്ടാണ് ഇയാളുടെ അടുത്തൂടെയൊക്കെ പാസ് ചെയ്യുമ്പോൾ ഇയാളുടെ വൈഫ് ഇയാളെ നോക്കി ചിരിച്ചിരുന്നത്. പക്ഷെ അത് ഇയാളെ വളരെയധികം ബോദർ ചെയ്തിരുന്നു. കാരണം ഇതേ സ്മൈല് തന്നെയാണ് ബാക്കി ആണുങ്ങളെ നോക്കുമ്പോഴും ഇവർ ചിരിക്കുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ അങ്ങനെ ഒരു ദിവസം ഇയാൾ ഒരു കമാൻഡ് കൊടുത്തു. അങ്ങനെ എല്ലാ ചിരിയും എന്താ പറയുക പെട്ടെന്ന് തന്നെ സ്റ്റോപ്പായി എന്നാണ് നമ്മുടെ ഡ്യൂക്ക് പറയുന്നത്. അതായത് ഐ ഗേവ് കമാൻഡ്സ് ആൻഡ് ദെൻ ഓൾ സ്മൈൽസ് സ്റ്റോപ്ഡ് ടുഗെദർ എന്നാണ് ഇയാൾ പറയുന്നത്. ഞാനൊരു കമാൻഡ് കൊടുത്തു, അങ്ങനെ ഒരു ദിവസം ഞാനൊരു കമാൻഡ് കൊടുത്തു, അങ്ങനെ എല്ലാ ചിരികളും അവിടെ വെച്ച് അവസാനിച്ചു എന്നാണ് നമ്മുടെ ഡ്യൂക്ക് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഡച്ചസിന് എന്തോ സംഭവിച്ചു, അല്ലെങ്കിൽ ഡച്ചസിന് ഇയാൾ എന്തോ പറഞ്ഞ് വിലക്കിയെന്ന് മനസ്സിലായി. അപ്പോൾ വളരെ ലവ്ലി ഹാപ്പി സ്മൈലിംഗ് പേഴ്സൺ ആയിരുന്നു. ഡ്യൂക്ക് കമാൻഡ് ചെയ്തപ്പോൾ അവർ സ്മൈൽ, അതായത് അവർ ചിരിക്കാതെ ആയി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ എന്താണ് ഇതിനകത്ത് പറയുന്നത്, അവരുടെ ആ ഒരു ഹാപ്പിനെസ്സിനെ പോലും ഇയാൾ കൺട്രോൾ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഡ്യൂക്ക് വീണ്ടും എന്താണ് പെയിൻറ്റിങ്ങിലോട്ട് വരുവാണ്. ആൻഡ് എന്നിട്ട് പറയുവാണ്, അവളെ കാണുമ്പോൾ ഈ ഒരു പോർട്രേറ്റിനകത്ത് അവളെ കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും അല്ല, അതായത് വളരെ എലൈവ് ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് ആണല്ലേ ഈ ഒരു പോർട്രേറ്റിനകത്ത് ഇത് കാണുമ്പോൾ എന്നിങ്ങനെ പറയും. അപ്പോൾ മനസ്സിലാവും നമുക്ക് ഡച്ചസ് അപ്പം ജീവനില്ല. അതായത് ഈ പോർട്രേറ്റ് ഈ ഇത്രയും കുറ്റങ്ങൾ പറഞ്ഞിട്ട്, അതായത് ഞാനിങ്ങനെ കമാൻഡ് ചെയ്തു, എല്ലാ സ്മൈലും സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്ന് നമ്മുടെ അംബാസിഡർ അടുത്ത് പറഞ്ഞിട്ട് വീണ്ടും പോർട്രേറ്റിലോട്ട് നോക്കിയിട്ട് ഇയാൾ പറയുവാണ്, അവളുടെ ആ ഒരു പോർട്രേറ്റ് കാണുമ്പോൾ അവൾ നല്ല എലൈവായിട്ടല്ലേ അതിനകത്ത് നിൽക്കുന്നത്, അതായത് ജീവനുള്ളതുപോലെ തോന്നുമല്ലേ അവളുടെ ഈ ഒരു പോർട്രേറ്റ് കണ്ടാൽ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾക്ക് റീഡേഴ്സിന് കാര്യം മനസ്സിലാവുന്നത്, ഓക്കെ അവരെ കൊന്നു കളഞ്ഞതാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തോ പറ്റി, ഡച്ചസ് ഇസ് നോ ലോങ്ങർ അലൈവ്. അപ്പോൾ അത് ഡ്യൂക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇപ്പോൾ പെയിൻറ്റിങ്ങിൽ നോക്കുകയാണ്. കാരണം എന്താണ്, ബിക്കോസ് നൗ ഹീ ക്യാൻ കൺട്രോൾ ആർക്കൊക്കെയാണ് ഈ ഒരു ഇവരുടെ ഫേസിലുള്ള ഹാപ്പിനെസ്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇവരുടെ ഈ പെയിൻറ്റിങ് കാണാൻ പറ്റുന്നത് എന്നുള്ളത് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഡ്യൂക്കാണ്. അതാണ് ഇയാൾ പറഞ്ഞത്, കർട്ടൻ്റെ പുറകിലാണ് ഈ പോർട്രേറ്റ് എപ്പോഴും വെച്ചിരിക്കുന്നത്, കർട്ടൻ വലിക്കാനും ആരിത് കാണണം എന്നുള്ളതും ഞാൻ തീരുമാനിക്കും. മരിച്ചതിന് ശേഷം ഇയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഒരു ഹാപ്പിനെസ് സ്മൈലും ആർക്ക് കാണാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഡ്യൂക്ക് എന്നിട്ട് നമ്മുടെ ഈ ലിസ്ണറിനെ ഡൗൺ സ്റ്റേഴ്സിലോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് 47 to 56 ലൈൻസ് ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനകത്താണ് നമ്മുടെ ഡ്യൂക്കിൻ്റെ ലിസ്ണറിൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തമാവുന്നത്. അദ്ദേഹം ആ ഒരു ഓസ്ട്രേലിയൻ കൗണ്ടിൻ്റെ സെർവൻ്റ് അല്ലെങ്കിൽ അംബാസിഡറാണ്. അവർ തമ്മിൽ കൗണ്ടിൻ്റെ ഡോട്ടറും ഡ്യൂക്കും തമ്മിലൊരു മാരേജ് അലയൻസിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇയാൾ ഇവിടെ വന്നതെന്നും. ആൻഡ് ഡ്യൂക്ക് പറയുവാണ്, ഈ ഒരു ഫെയർ ഡോട്ടർ എന്ന് പറയുന്നത് എൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും, അതായത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ കുട്ടി എന്ന് പറയുന്നത് എൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എൻ്റെ സ്ലേവ് പോലെ ആയിരിക്കും. ആൻഡ് എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഡൗൺ സ്റ്റേഴ്സിലോട്ട് ഇയാളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ആ ഡൗൺ സ്റ്റേഴ്സിലോട്ട് പോയപ്പോൾ അവിടെ വെച്ച് ഇയാളുടെ തന്നെ ഒരു ബ്രോൺസ് സ്റ്റാച്യു കണ്ടു. ഇത് സ്റ്റാച്യു എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ദൈവം ഒരു സീ ഹോഴ്സിനെ ടെയിം ചെയ്യുവാണ്, മെരുക്കിയെടുക്കുവാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാച്യു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെപ്റ്റ്യൂൺ എന്ന് പറയുമ്പോൾ ഗോഡ് ഓഫ് സീ ആണ് കേട്ടോ. അപ്പോൾ നെപ്റ്റ്യൂൺ ഇങ്ങനൊരു കടൽ കുതിരയെ ഇങ്ങനെ ടെയിം ചെയ്തുകൊണ്ട് മെരുക്കി ഇങ്ങനെ പിടിച്ചേക്കുന്ന ഒരു സ്റ്റാച്യു ആണ് കണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റാച്യു തന്നെ ഈ ഡ്യൂക്കിൻ്റെ
സ്വഭാവത്തിനെയാണ് കാണിക്കുന്നത്. ഈ സീ ഹോഴ്സിനെ ഈ ഡ്യൂക്ക് എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുക, ഈ നെപ്റ്റ്യൂൺ എങ്ങനെയാണോ ഈ സീ ഹോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഡ്യൂക്ക് ഇനി വരാൻ പോകുന്ന ഡച്ചസിനെയും ഇനി ഇതുവരെ കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യമാരെയും ഒക്കെ ഇതുപോലെയാണ് കൺട്രോൾ ചെയ്തിരുന്നത് എന്ന് പറയുവാണ്. ഡ്യൂക്കിന് ഒരു ഗോഡ്ലി കൈൻഡ് ഓഫ് ഡെമണർ ആണുള്ളത്, അതായത് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണുള്ളത്. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യണം, എല്ലാവരെയും ടെയിം ചെയ്യണം എന്നുള്ളതാണ് ഇയാളുടെ ഒരു ആഗ്രഹം എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം വളരെ കൺട്രോളിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് ഈ ഒരു നെപ്റ്റ്യൂണിൻ്റെ ഈ ഒരു സ്റ്റാച്ചു ഇദ്ദേഹം ഈ ലിസ്ണറിനെ കാണിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി. അങ്ങനെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഈ പോയം എൻഡ് ചെയ്യുന്നത് തന്നെ കേട്ടോ. ഇതിനകത്ത് നമുക്ക് കൂടുതൽ പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഡ്രമാറ്റിക് മോണലോഗ് എന്തിനാണ് ഇദ്ദേഹം ടെക്നിക്ക് യൂസ് ചെയ്തത്. കാരണം ആ ഡ്യൂക്കിൻ്റെ സ്വഭാവം വളരെ സ്ലോ ആയിട്ട് റിവീൽ ചെയ്ത് ഓരോ സ്റ്റാൻസയ്ക്കകത്ത് നമ്മുടെ പോയിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അയാളുടെ മെൻറ്റാലിറ്റി, അതായത് വൈഫ് എന്ന് പറയുന്നത് വളരെ ഡിസ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്നും ഹസ്ബൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ആർക്ക് വേണമെങ്കിലും ഇവർക്ക് കല്യാണം കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും വൈഫിനെ എടുത്ത് കളയാം. അയാൾ പറയുന്നുണ്ട് ഈ ഫെയർ ഡോട്ടർ എന്ന് പറയുന്നത് ഇനി എൻ്റെ ഒബ്ജക്റ്റായി മാറുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വിക്ടോറിയൻ സൊസൈറ്റിയെ ഇയാൾ ഇച്ചിരി ഒരു ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് റോബർട്ട് ബ്രൗണിങ് എഴുതിയിരിക്കുന്നത്. വിക്ടോറിയൻ സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു ലൈഫ്. വളരെ വിക്ടോറിയൻ മൊറാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതായത് സ്ത്രീകൾ ഡ്രസ്സ് ചെയ്യുന്നതിനും ഒക്കെ ഭയങ്കര ഇഷ്യൂസൊക്കെ ആയിരുന്നു. ഇന്ന ഡ്രസ്സ് ഇടാവൂ എന്നൊക്കെയുള്ള ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആവിധ കാര്യങ്ങളെ ഈ ഒരു പോയത്തിലൂടെ ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇതൊരു ഡ്രമാറ്റിക് മോണലോഗാണ്. 5 സെക്ഷൻസിലാണ് എഴുതിയിരിക്കുന്നത്. റൈമിംഗ് കപ്ലറ്റ് ആണ്. അയാംബിക് പെൻറ്റമീറ്റർ എന്നുള്ള മീറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ലിറ്ററി ഡിവൈസസ് എന്ന് പറയുമ്പോൾ അലിട്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ റെപ്പറ്റേഷൻ ഓഫ് ദി കോൺസണന്റ് സൗണ്ട് അല്ലെങ്കിൽ റെപ്പറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട്. അതുപോലെ തന്നെ എൻജാംബ്മെൻറ്റ് എന്നുള്ളൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സിംഗിൾ ഐഡിയ ആയിരിക്കും, അതിങ്ങനെ അടുത്ത ലൈനിലോട്ട് ഇങ്ങനെ ക്യാരി ചെയ്ത് പോകും, പങ്ക്ച്വേഷൻ മാർക്സ് ഒന്നും ഇല്ലാതെ, അതായത് ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ലാതെ. അപ്പോൾ അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നാനാണ്. നമ്മൾ എവിടെ നിർത്തരുത് ആ സെൻറ്റൻസ്, നമ്മളിങ്ങനെ വായിച്ച് താഴോട്ട് വരാൻ വേണ്ടിയാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതെങ്ങനെ ഒരു ഡ്രമാറ്റിക് മോണലോഗ് ആകുന്നു. ഡച്ചസിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കാം. ഫ്രാ പെൻഡോൾഫ് എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഡച്ചസിൻ്റെ ഈ ഒരു നേച്ചറിനെ എങ്ങനെയാണ് ഡ്യൂക്ക് ഒരു എൻഡ് വരുത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൊന്നതെന്നുള്ളത്. പോയിസൺ ചെയ്താൽ കൊന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ആരാണ് ലിസ്ണർ എന്ന് ചോദിക്കും. എന്താണ് സ്പോട്ട് ഓഫ് ജോയ്, അതായത് ഇവരുടെ മുഖത്തുള്ള സന്തോഷം ഉണ്ടല്ലോ ഡച്ചസിൻ്റെ മുഖത്ത്, അതിനെയാണ് സ്പോട്ട് ഓഫ് ജോയ് എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ പോയറ്റ്. പിന്നെ അതുപോലെ തന്നെ നെപ്റ്റ്യൂൺ ടൈമിങ് ദ സീ ഹോഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഡ്യൂക്ക്, അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഡ്യൂക്കിൻ്റെ പരാതികൾ എന്തൊക്കെയാണ് ഡച്ചസിനെതിരെ നമ്മൾ പറഞ്ഞല്ലോ. വാല്യുബിൾ ആയിട്ട് ഇയാൾ കൊടുക്കുന്ന ഗിഫ്റ്റിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല, എല്ലാവരെയും നോക്കി ചിരിക്കും, എല്ലാവരെയും നോക്കി ബ്ലഷ് ചെയ്യും. ഫ്രാ പെൻഡോൾഫ് മറ്റേ ഷോൾ എടുത്ത് റിസ്റ്റിലോട്ട് ഇടാൻ പറഞ്ഞപ്പോൾ തന്നെ അവർ ബ്ലഷ് ചെയ്തു, എല്ലാവരെയും നോക്കി ചിരിക്കുന്ന കാര്യം പറഞ്ഞു, എല്ലാവർക്കും ഒരേ ചിരിയാണ് ഇവർ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ മറ്റേ വൈറ്റ് ഹോഴ്സിനെയാണ് ഇഷ്ടം, ചെറീസിനെയാണ് ഇഷ്ടം, സൺസെറ്റിനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു നമ്മൾ അല്ലേ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതൊക്കെയാണ് ഇയാളുടെ പരാതി. ഡച്ചസിൻ്റെ ട്രാജഡി എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ കൊന്നു കളഞ്ഞു, അതാണ് അവരുടെ ട്രാജഡി എന്ന് പറയുന്നത്. ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു ഹസ്ബൻഡായിരുന്നു, കൺട്രോളിങ് ആയിട്ടുള്ള ഹസ്ബൻഡായിരുന്നു, ഇയാൾ കൊന്നു കളഞ്ഞു. ഓക്കെ, പിന്നെ ടോൺ ഓഫ് ദ സ്പീക്കർ എന്താണെന്ന്. സ്പീക്കറിൻ്റെ ടോൺ എന്ന് വെച്ചാൽ വളരെ അറഗൻ്റ് ആയിട്ടുള്ള ടോണാണ്, വളരെ കൺട്രോളിങ് ആയിട്ടുള്ള നേച്ചറാണ് ഇദ്ദേഹത്തിൻ്റേത്, അത് പറയുക. ഫിഗർ ഓഫ് സ്പീച്ച് ഞാൻ പറഞ്ഞു, അലിട്രേഷനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, ഇതൊരു ഡ്രമാറ്റിക് മോണലോഗ് ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു വിക്ടോറിയൻ പോയം ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, വിക്ടോറിയൻ സൊസൈറ്റിയിൽ സ്ത്രീകൾക്കെന്ന് പറയുന്ന ആവശ്യമില്ലാത്ത മോറൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ആയിരുന്നു. അത് തന്നെയാണ് ഈ ഒരു പോയത്തിനകത്ത് നമ്മുടെ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മുടെ റോബർട്ട് ബ്രൗണിങ് കാണിക്കുന്നതെന്ന് പറയുക. എങ്ങനെയാണ് ഈ സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ ഇയാൾ ശ്രമിച്ചതെന്നും എന്തിനാണ് അവസാനം ഇവരെ കൊന്നുകളഞ്ഞതെന്നുള്ള രീതിയിലും ഒന്ന് എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പെൺകുട്ടിയെ ഒബ്ജക്റ്റായിട്ടേ കാണത്തോളെന്നും ആ ലാസ്റ്റുള്ള ബ്രോൺസ് സ്റ്റാച്യു എന്നുള്ള കാര്യവും പറയുക. പിന്നെ ഹ്യൂമൻ മൈൻഡിൻ്റെ സൈക്കോളജിയെക്കുറിച്ച്, അതായത് നമുക്ക് ഈ ഒരു പോയം എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ മൈൻഡിൻ്റെ സൈക്കോളജിയെ സ്റ്റഡി ചെയ്യാൻ സാധിക്കും. അതും ഇതുപോലെ തന്നെ ഈ ഒരു ഡ്യൂക്കിൻ്റെ ക്യാരക്ടറിലൂടെ തന്നെ പറഞ്ഞു പോവുക. അതായത് ഡ്യൂക്ക് എങ്ങനെയാണ് ഇയാളുടെ അടുത്ത് സംസാരിക്കുന്നതെന്നും മറ്റേ പെയിൻറ്റിങ്ങിനെ പോലും ഇയാൾ മരണശേഷം കൺട്രോൾ ചെയ്യുന്നതെന്നും ഇവരുടെ മുഖത്തുള്ള സന്തോഷവും മരണശേഷവും ഇയാൾ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളതും എല്ലാം സംസാരിക്കുക. അതായത് ഇയാൾക്ക് പരാതി ഉണ്ടായിരുന്ന എന്തിനെക്കുറിച്ചൊക്കെയാണ്, ഡച്ചസിനെ കുറിച്ച്, ഡച്ചസിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നുള്ളതും എല്ലാം വേണം ഇതിനകത്ത് പറഞ്ഞു പോകാൻ. അതായത് നമ്മുടെ ഇപ്പം ഞാൻ പോയത്തിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഒരു കംപ്ലീറ്റ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു ആൾ.